നിങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ നബിദിനാഘോഷം ഇസ്ലാമിക തെളിയിക്ക്. അതിനല്ലേ വന്നത്, അതിനല്ലേ വന്നത്. അല്ല കേരളമെന്ന് പുറത്തായിട്ടുണ്ടോ അകത്തായിട്ടുണ്ടോ, നീ കേരളമിന്റെ അകത്തായി വലിയ കാര്യമുണ്ടോ, അത് വലിയ വിഷയമൊന്നുമില്ല. നേരെ മറിച്ച് നബിദിനാഘോഷം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ, അതല്ലേ നമ്മൾ ചർച്ച, അതല്ലേ വേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വ്യവസ്ഥയിൽ ഇപ്പോ സുന്നത്തായി ധൈര്യം കാണിക്കാത്തത്. സുന്നത്ത ധൈര്യല്ലോ, ഇസ്ലാമിക എഴുതാൻ പറഞ്ഞു, അതിനും ധൈര്യം ഉണ്ടായില്ലല്ലോ. ശിർക്കല്ലാന്നായത് ഇപ്പൊ മനസ്സിലായ ശിർക്കാണെന്ന്. അതുകൊണ്ട് ഇനി ഈ നാട്ടുകാർ ഇത് ഒഴിവാക്കും. എനിക്കറിയാം ഈ നാട്ടുകാർ അങ്ങനെ പലതും ഒഴിവാക്കിയവർ തന്നെയാണ്. പണ്ട് നിലവിളക്ക് നിങ്ങളടുത്ത് വന്നിട്ട് മുഖാമുഖത്ത് ചോദ്യം ചോദിച്ചിട്ട് അവസാനം നിലവിളക്ക് ഇവിടെ പോയി ചോദിച്ചു നോക്കി എന്നതുപോലെ ഈ മനുഷ്യന്മാർ നബിദിനാഘോഷം ഒഴിവാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ അവസാനം പറഞ്ഞെന്താ, സുയൂത്തി ബിദഅത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ബിദഅത്തുൽ ഹസന എന്നാ പറഞ്ഞത്. എന്താണെന്നറിയോ, ഒരുത്തനോട് ഒരുത്തൻ പറഞ്ഞു, ഓ നല്ല കള്ളനാണ്, എന്നെ പറ്റി കള്ളെന്ന് പറഞ്ഞിട്ടില്ല, നല്ല കള്ളെന്ന് പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വിദേഹത്ത് പറഞ്ഞിട്ട് നല്ല വിദേഹത്തിനെ പറഞ്ഞിട്ടുള്ളൂ. നല്ല കഥയിൽ പോയി. അപ്പൊ മുസ്ലിം നല്ല വിധത്ത് ഒഴിവാക്കി കളി, നിങ്ങൾ സുന്നത്തെടുത്തോളി, സുന്നത്തെടുത്തോളി. എന്തിനാ നല്ല വിദേഹത്ത്? അപ്പൊ നിങ്ങൾ ബിദഅിയാണല്ലേ, നല്ല വിദേഹത്തിന്റെ ആളുകൾ നിങ്ങളാണല്ലേ. പിന്നെ ഞങ്ങളെ പറ്റി ബിദഅികൾ ഇനി നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങളാണ് ബിദഅത്തിന്റെ ആളുകൾ. സുയൂത്തി പറഞ്ഞു ഇത് ബിദഅത്താണ്, ഹസനത്താണ്. അതേപോലെ അസ്ഖലാനി പറഞ്ഞു അസ്ലു അമലിൽ മൗലിദി ബിദഅത്തുൻ, അവിടെ ഹസനത്ത് പോലുമില്ല, അവിടെ ബിദഅത്താണ് എന്നാ പറഞ്ഞത്. ഈ അമലിന്റെ അസ്ൽ തന്നെ ബിദഅത്താണ് എന്നാ പറഞ്ഞത്. ലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സലഫി മിൻ ഖുറൂനി സലാസ, മൂന്ന് ഉത്തമ നൂറ്റാണ്ടിൽ ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം അസ്ഖലാനി പറഞ്ഞു. എന്റെ തൊടാൻ ധൈര്യം ഉണ്ടായോ? അതുകൊണ്ട് കെ എം മൗലവിയെ പിടിച്ചിട്ട് കാര്യമില്ല. കെ എം മൗലവി പണ്ട് സുന്നിയായിരുന്നു, പിന്നെ മുജാഹിദായതാ. അതാ കെ എം മൗലവി കാത്തിബ് മുഹമ്മദ് മൗലവീന ഒരു കാലത്ത് സുന്നി മുസ്ലിയായിരുന്നു, പിന്നെ മനസ്സിലായി അവിടെ നിന്നാ പറ്റൂല, അപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് കെ എം മൗലവിയെ പിന്നാലെ കൂടിയാൽ രക്ഷ കിട്ടും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ വഴിയിലേക്ക്, ആ കെ എം മൗലവിന്റെ വഴിയിലേക്ക് മടങ്ങണേ എന്നാണ് സൂചിപ്പിക്കാറ്. ഏതായിരുന്നാലും ഇപ്പൊ നല്ല വിദേഹത്തെ നിർത്താൻ മൂപ്പരം നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികളും നരകത്തിലാണ്. പിൽക്കാലക്കാർ പിന്നെ ആദാത്തുകളെ ബിദ്അത്തിൽ പെടുത്തിയിട്ട് നല്ലതും ചീത്തയും അത് വേർതിരിച്ചിട്ടുണ്ട്, ശരിയാണ്. അത് ഇബാദത്തിന്റെ വിഷയത്തിലല്ല, ആദാത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി ബിദ്അത്തിനെ വേർതിരിച്ചപ്പോൾ ആ മഹ്മൂദിന്റെ ഉദാഹരണം നബിദിനാഘോഷം പറഞ്ഞു ഇല്ലല്ലോ, പുതിയ നിസ്കാരം പറഞ്ഞു ഇല്ലല്ലോ, പുതിയ നോമ്പ് പറഞ്ഞു ഇല്ലല്ലോ, പുതിയ സ്വലാത്ത് പറഞ്ഞു ഇല്ലല്ലോ. പിന്നെ ഏതാ ഉദാഹരണം പറഞ്ഞത്? മദ്രസ ഉണ്ടാക്കല്, പള്ളി ഉണ്ടാക്കല്, മിമ്പർ ഉണ്ടാക്കല്, ഖാദിമാരെ പ്രത്യേക വേഷം സ്വീകരിക്കല്, ഇതൊക്കെ ഇസ്ലാമയാണെങ്കിലും ഇമാം ഖറാഫി ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും ഇബ്നു ഹജർ അസ്ഖലാനി ആണെങ്കിലും അതേപോലെ ഇമാം സുയൂത്തി ആണെങ്കിലും അതിനുശേഷം ആരൊക്കെ ബിദ്അത്തെ രണ്ടാക്കി വേർതിരിച്ചുവോ അവരൊക്കെ നല്ല ബിദ്അത്തിന് ഉദാഹരണം കൊടുത്തതാ, മദ്രസ ഉണ്ടാക്കല, പള്ളി ഉണ്ടാക്കല, മിമ്പർ ഉണ്ടാക്കല, നബിദിനം ആഘോഷിക്കലല്ല, പുതിയ ദിക്ർ ചൊല്ലലല്ല, പുതിയ സ്വലാത്ത് ചൊല്ലലല്ല. നിങ്ങളോ ബറാത്ത് നോമ്പുണ്ടാക്കി, മിറാജ് നോമ്പുണ്ടാക്കി, ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കി, നാരിയ സ്വലാത്ത് ഉണ്ടാക്കി, കമാലിയ സ്വലാത്ത് ഉണ്ടാക്കി, താജു സ്വലാത്ത് ഉണ്ടാക്കി, ഇങ്ങനെ പുതിയ പുതിയ സ്വലാത്ത് ഉണ്ടാക്കി, പുതിയ പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കി, പുതിയ നമസ്കാരം ഉണ്ടാക്കി, പുതിയ നോമ്പുണ്ടാക്കി. അതിനൊക്കെയാണോ ഇമാം ഷാഫി അംഗീകാരം തന്നത്? അതിനൊക്കെയാണോ ഈ പറയപ്പെട്ട ഇമാമികൾ അംഗീകാരം തന്നത്? ഒരിക്കലുമല്ല മുസ്ലിയാരെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വക ബിദ്അത്തുകൾക്ക് അത് ന്യായീകരണമല്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് ഒന്നിച്ചുകൂടി ഒരേ ശബ്ദത്തിൽ ദിക്ർ ചൊല്ലൽ ബിദ്അത്താണ്. എന്തേ കാരണം? അടിസ്ഥാനം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അബൂലഹബിനെ മുലർത്തിട്ടൊന്നും തൽക്കാലം രക്ഷപ്പെടൂല, അവിടൊന്നും പ്രയോജനമില്ല. പറഞ്ഞല്ലോ, ഇപ്പൊ മിണ്ടുന്നില്ല, ഇപ്പൊ ഹഖീഖത്ത് ആവശ്യമില്ല, ഇപ്പൊ ഹഖീഖത്ത് ആവശ്യം മൂപ്പർക്കറിയാം, മൂപ്പര മുടി പോകുന്നു മൂപ്പർക്കറിയാം, അവിടെ ഹഖീഖത്ത് ഇപ്പൊ തൊടുന്നില്ല. പറ്റൂല മുസ്ലിയാരെ, മുടി കളയേണ്ടി വന്നാൽ കളയേണ്ടി വരും. പക്ഷെ എന്തിനാ ഹഖീഖത്ത് പറയാത്തത്? നിങ്ങൾ പറയ ഹദീസ്, ഞങ്ങൾ കാത്ത് കണ്ണുകൾ ഞങ്ങൾ ശതം പറ്റും കാത്തിക്ക, നിങ്ങൾ വായിച്ചാ ബാക്കി തരാൻ വേണ്ടി. പക്ഷെ ചോദിക്കുന്നില്ലല്ലോ. അബൂലഹബികൾ ചോദിക്കി, ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം. ഏതായാലും യൂനുസ് 58 ഇപ്പൊ വിട്ടു, അത് പ്രശ്നമല്ല. അതേപോലെ സിദ്ദീഖുല്ലാഹ് ഉമർ ഖത്താബ് അടക്കമുള്ള 4 ഖലീഫമാർ ചെയ്തു വന്നത് അത് കളവാണ്, തൗഹീദിന് വേണ്ടി പറഞ്ഞതാണ്. അതും നിങ്ങൾ ഒഴിവാക്കി. 3 നൂറ്റാണ്ടിലെ ഒരാളും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. അപ്പൊ അവരും ചെയ്തിട്ടില്ല. ഇനി മാത്രമല്ല, നബി പ്രകാശം നേരത്തെ ചോദിച്ചിരുന്നു, ഇപ്പൊ മിണ്ടാട്ടല്ല. അപ്പോഴും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല, ഇനിയും പറയുകയില്ല. ആ നിലക്കുള്ള കള്ളക്കഥകളുണ്ട്. അതുകൊണ്ട് മങ്കൂസാവട്ടെ, ഷറഫനാവട്ടെ, ജാല മുഹമ്മദ് ആവട്ടെ, ബർസൻജി ആവട്ടെ, ഏതാണെങ്കിലും ശരി, അതിൽ കുഫറുണ്ട്, അതിൽ ശിർക്കുണ്ട്, അതിൽ ബിദ്അത്തുണ്ട്, അതിൽ ഖുറാഫത്തുണ്ട്, അതിൽ കള്ളക്കഥയുണ്ട്, അതിൽ ദമ്മുണ്ട്, ആക്ഷേപമുണ്ട്, പേരിൽ അല്പം മദ്ഹുമുണ്ട്. അതിന്റെ പേരിൽ മാത്രം അത് ഇസ്ലാമികമായി മാറുകയില്ല. ആരുണ്ടാക്കിയെന്നറിയില്ല, എവിടെ കിട്ടിയെന്നറിയില്ല, ഈ മൗലിദിന്റെ രചയിതാക്കൾ ആരാണെന്നറിയില്ല, ആരും അത് പ്രചരിപ്പിച്ചുവെന്നറിയില്ല. അതുകൊണ്ട് വ്യക്തമാക്കണം. അക്കഹെന്ന ഹദീസ് എന്താ ഇപ്പൊ ഉദ്ധരിക്കാത്ത? ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയല്ലേ?
ചോദ്യം ഇങ്ങനെ മണിമണിയായി ചോദിച്ചില്ല, 6 ചോദ്യം, എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇപ്പൊ എന്താ കുഞ്ഞാടുകളെ തക്ബീറിലാണ് നിർത്തിയത്? ബിദ്അത്ത് 2 ഉണ്ടെന്ന് മൗലവി എന്നെ കുട്ടികൾക്ക് മറുപടി കൊടുത്തില്ലേ? ഇമാം സുയൂത്തി ബിദ്അത്താന്ന് പറഞ്ഞിട്ടില്ല, ബിദ്അത്ത് ഹസനത്താണെന്നാ പറഞ്ഞെന്നുള്ള മറുപടി മൗലവി ഇപ്പം വിശദീകരിച്ചു കൊടുത്തു. ബിദ്അത്ത് 2 ഉണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ശർഈയാണ്. അത് ഇജ്മാഇനോടും ഖിയാസിനോടും അസറിനോടും ആയത്തിനോടും ഹദീസിനോടും എതിരായ ബിദ്അത്താണ് ശർഈയായ ബിദ്അത്ത്. അതാണ് കുല്ലു ബിദ്അത്തിൻ ദലാല. മൻ അഹദസ ഫീ അംറിനാ ഹദാ, എന്റെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, ഈ 4 പ്രമാണത്തിനോട് വിരുദ്ധമായത് ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഫഹുവ റദ്ദുൻ, അതാണ് കുല്ലു ബിദ്അത്തിൻ വിരുദ്ധമായ ബിദ്അത്ത്. അല്ലാത്ത ബിദ്അത്ത് ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു ലിഫായിലിഹാ, അത് സുന്നത്താണ്. അതാണ് ഉസ്താദ് വായിച്ചത്. ഇപ്പം തിരിഞ്ഞോ? തക്ബീർ വെറുതെ പോയി എന്നുള്ളത് മൗലവി എന്നെ പറഞ്ഞു. നന്ദി. ഇനി ഞങ്ങൾ അടുത്ത ചോദ്യം കേട്ടോളൂ. 5 ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. 6ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ, ശ്രദ്ധിച്ചോളൂ, ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ മഹാനായ ഉർവയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഉള്ളതാണ്. മധ്യസ്ഥന് വേണമെങ്കിൽ ഹദീസ് കൈമാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത സുവൈബ ബീബിയെ അബൂലഹബ് മോചിപ്പിച്ചതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് അബൂലഹബിന് വിരലിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെട്ടുവെന്ന സ്വപ്ന ദർശനമുണ്ടായ സംഭവം ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾ അത് കള്ളക്കഥയാണോ, തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥയാണെന്നും എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ ഇതാ ഒരുപാട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപാട് പുസ്തകത്തിൽ കള്ളക്കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയിൽ ഉർവയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. സഹീഹുൽ ബുഖാരിയിൽ കള്ളക്കഥയുണ്ടോ? തഅലീഖാത്തുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്ന എല്ലാ തഅലീഖുകളും സനദില്ലാത്ത തഅലീഖുകൾ പോലും അത് സഹീഹാണെന്ന് ഇമാമുകൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു തഅലീഖായ ഉർവയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഈ സ്വപ്നകഥ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. ഇതാ ബുഖാരി ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു തലയും വാലയും മുറിച്ച ഉമ്മാക്കി കഥയാണ്, കള്ളക്കഥയാണെന്ന് ഇമാം ബുഖാരി സഹീഹിൽ കള്ളക്കഥ പറയുന്നു. ചോദ്യം 1, റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായതെന്ന് ഖിലാഫില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു തർക്കമുണ്ട്, ഖിലാഫില്ല എന്നതിന് തെളിവുണ്ടോ? ചോദ്യം 2, ഫല്യഫറഹു, നബിനെ കൊണ്ട് സന്തോഷിച്ചോ എന്ന് പറയുമ്പോൾ അതിൽ ജന്മദിനം പെടൂല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 3 ചോദ്യം, റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തൽ ബിദ്അത്താണെന്ന് പറയുമ്പോൾ പ്രത്യേകത കൽപ്പിക്കാതെ നടത്തിയാൽ അത് സുന്നത്താണ്. നിങ്ങളുടെ കുട്ടികളോടാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. വ്യവസ്ഥ എഴുതി തന്ന അവരാണല്ലോ. മേലിൽ ഇവിടുത്തെ കുട്ടികൾ നിങ്ങളുടെ വ്യവസ്ഥക്ക് വരൂല കേട്ടോ. പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ ചോദിക്കുകയാണ്. 4ാമത്തെ ചോദ്യം, ഉമർ മൗലവി അടക്കുന്ന ആളുകൾ നബിദിനാഘോഷം കഴിച്ചത് കൊണ്ട് അവർ നരകത്തിലാണെന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ ഓതി. അതെ, അവർ ചെയ്തത് അവർക്ക് നാളെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നരകത്തിലാണെന്നാണ്. ഈ നരകപാതയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാൻ നിങ്ങളെ ഈമാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടോ? അവർ നരകത്തിലാണെന്നല്ലേ നിങ്ങൾ ഖുർആനായ തോന്നിയത്? ഇനി നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ഖുർആനിൽ ഒരായത്തുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതു മൗലവി. ചോദ്യം 6, സഹീഹുൽ ബുഖാരിയിൽ ഉർവയെ തൊട്ട് ഉദ്ധരിച്ച ഈ സ്വപ്നകഥ അത് സ്വപ്നം തന്നെയാണ്, സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. അതിനെപ്പറ്റി കള്ളക്കഥ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഉമ്മാക്കി കഥ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? തലയും വാലും മുറിച്ച കഥയാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? സഹീഹുൽ ബുഖാരിയിൽ കള്ളക്കഥയുണ്ടോ? ബുഖാരിയിൽ ആ പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. സദസ്സിന്റെ മുമ്പിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. മധ്യസ്ഥമാറിയിൽ തരാൻ തയ്യാറാണ്. ഞങ്ങൾ അവസാനത്തെ ചോദ്യമാണ്. ഒരൊറ്റ ചോദ്യത്തിനും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. മൗലവി ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. എനിക്ക് മുമ്പിലുള്ള മുജാഹിദിനെ ശ്രദ്ധിച്ചോളൂ. ഇവരെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വെറുതെ അല്ല മുസ്ലിയാക്കന്മാര് പരസ്യ സംവാദത്തിന് വിളിച്ചിട്ട് ഇപ്പൊ പരസ്യം പോയിട്ട് ഇപ്പൊ ഈ ഹാളിന്റെ ഉള്ളിൽ തന്നെ കടന്ന് പതറാണ്. പിന്നെ പരസ്യമായിട്ട് എന്തായിരിക്കും അവസ്ഥ? ഏതായാലും സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് ഇവിടെ രാവിലെ മുതൽ ഞങ്ങൾ ചോദിച്ചു ആയത്തുണ്ടോ? അപ്പൊ വരും ഉമർ മൗലവി ഉണ്ട്. ഹദീസ് ഉണ്ടോ? അപ്പോഴും വരും കെ എം മൗലവി ഉണ്ട്.
സനദുണ്ടോ? അപ്പൊ ഒരു അൽ മുർഷിദ് ഉണ്ട്. ഓ മുസ്ലിയാരെ, ഈ കിതാബുകളൊക്കെ വായിക്കുന്ന സമയം കൊണ്ട് ഒരായത്തോതാൻ, ഒരു ഹദീസ് പറയാൻ, ഒരു സനദ് വായിക്കാൻ ഇതുവരെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഈ മുസ്ലിയാരുട്ടികളെ തക്ബീർ വിളിക്കാൻ കൊണ്ടുവന്ന ഈ മുസ്ലിയാരുട്ടികളോടെങ്കിലും നിങ്ങൾക്ക് പറയാൻ ധൈര്യം വന്നു? ഞങ്ങളിവിടെ അൽഹംദുലില്ലാ ഈ സംവാദം കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രമാണ്, ഒരു പുതിയ ചരിത്രമാണ്. അൽഹംദുലില്ലാ. എന്തൊക്കെ തെളിഞ്ഞുവിടെ, എന്തൊക്കെ തെളിഞ്ഞു. നബിദിനാഘോഷത്തിന്റെ എന്ന ആയത്ത് നിങ്ങൾ ഓതി. ഇവിടെയല്ല, എവിടെ നിങ്ങൾ ഓതും? ഒരൊറ്റ തഫ്സീർ ചോദിച്ചിട്ട് ഈ മുസ്ലിയാക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കടന്ന് പ്രസംഗിച്ചിട്ട് ഒരു തഫ്സീർ വാദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു മുസ്ലിയാരെ? ഇവിടെ ഞങ്ങൾ ചോദിച്ചു, പിന്നെ സനദ് ചോദിച്ചു. നിങ്ങൾ പറയാറുണ്ടല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖലീഫമാർ മൗലിദ് കഴിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? നിഅമത്തുൽ കുബ്രയിലുണ്ട്. സനദ് വായിക്കൂ. നിങ്ങൾക്ക് കാന്തപുരം മുടി കൊണ്ടുവരുമ്പോൾ സനദ് വേണല്ലേ? നിങ്ങളുടെ അസിലാണ് പൊളിയുന്നത്, അതിന് നിങ്ങൾക്ക് സനദ് വേണ്ട. കാന്തപുരത്തിന്റെ മുടിക്ക് മാത്രമല്ല, അതിന് സനദില്ല, നിങ്ങൾക്കും സനദുമില്ല എന്ന് ഈ സംവാദത്തിലൂടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ശരിക്കും മനസ്സിലാക്കിക്കോളി. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും, ഒരു അഹ്ലു ബിദ്അത്തിൽപ്പെട്ട ആൾ പോലും, മുസ്ലിമീങ്ങൾ വേണ്ട, ഒരു അഹ്ലു ബിദ്അത്തിന്റെ ആൾ പോലും ഈ നബിദിനാഘോഷം എന്ന തനിച്ച ബിദ്അത്ത് ഇതുവരെ അനുഷ്ഠിച്ചിട്ട് കൃത്യമായി ഈ സംവാദത്തിലൂടെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കവലകൾ മുഴുവനും നബിപ്രകാശത്തിന്റെ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ധൈര്യമുണ്ടായ നിങ്ങൾക്ക് ഇവിടെ പണ്ഡിതന്മാർ മുഖാമുഖം ഇരുന്നപ്പോ ആ ഹദീസിന്റെ തുണ്ടം ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അവസാനത്തെ ചോദ്യം എന്താ? ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ബുഖാരിയിൽ കള്ള ഹദീസ് ഇല്ല. കള്ള ഹദീസ് ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് സംവാദം നടത്തിയവരാണ്. ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ഞങ്ങൾ വാദിച്ചിട്ടില്ല. ഇനി ഒച്ചുണ്ടാക്കിയാൽ ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ, ഇവിടെ മുസ്ലിയാര് ഒരു നോട്ടീസുമായ ചോദ്യം ചോദിക്കാമെന്ന്. എന്ത് നോട്ടീസ്? അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾ ഇവിടെ വാദങ്ങൾ കൃത്യമായി തെളിയിച്ചു. കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബിദ്അത്താണെന്ന് തെളിയിച്ചു. ആ ബിദ്അത്താണ് തെളിയിച്ചതിനെ ഖണ്ഡിക്കാൻ ഒരു ആയത്ത് കൊണ്ടോ ഒരു ഹദീസ് കൊണ്ടോ വേണ്ട, സലഫുസ് സാലിഹിന്റെ ഏതെങ്കിലും ഒരു വാക്കു ധരിച്ചുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്തല്ല, അത് സുന്നത്താണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ. ഈ സംവാദം ഇവിടെ തക്ബീർ ചെല്ലുന്ന മുസ്ലിയാക്കന്മാർ മാത്രമല്ല കേൾക്കുക, ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന, ഈ കേരളത്തിന്റെ മലയാളം തിരിയുന്ന ഈ ആളുകൾ കേൾക്കും, അവരത് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, ഇവിടെ നബിദിനാഘോഷത്തിന്റെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ ശിർക്കുണ്ട് എന്ന് ഞങ്ങൾ വായിച്ചിട്ട് ആ വരി ശിർക്കല്ല എന്ന് തെളിയിക്കാൻ ഇത് നിങ്ങൾ ഒരുപാട് മൈക്ക് കെട്ടുന്ന മുസ്ലിയാക്കന്മാരല്ലേ? ഈ വരികൾ വായിച്ച് അത് വിറ്റ് കാശാക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അത് ശിർക്കല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ കമ്പിലുള്ള ആളുകൾ നല്ലവരാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് മാറ്റുന്നവരാണ്. നിലവിളക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇവിടെ അടുത്ത കൊല്ലം നബിദിനാഘോഷം ഉണ്ടാകുമോ ഇല്ല എന്നത് സംശയമാണ്. ഞങ്ങൾ ബലമായി കൊണ്ട് സംശയിക്കുന്നു. അത്രമാത്രം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ സംവാദത്തിനിരിക്കുമ്പോൾ, വ്യവസ്ഥയ്ക്കിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞത് അത് സത്യമല്ലെന്ന് മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഒഴിവാക്കുമെന്നാണ്. നിങ്ങളുടെ വാദത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നബിദിനാഘോഷം എന്ന തനിച്ച വിദ്യാർത്ഥി ഞങ്ങളുടെ 15 പണ്ഡിതന്മാരുടെ പേരുകൾ ഞങ്ങൾ ഉദ്ധരിച്ചു. ഒരു പണ്ഡിതനെ പോലും അത് ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിദ്യാർത്ഥി പിന്നെ എംടി വിളിക്കാൻ ഇങ്ങോട്ട് പോകുന്നു. എവിടേക്കാണ് നിങ്ങൾ പോരേണ്ടത്? ഓ എംടി ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആരെയാണ് ഇപ്പോൾ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്? തനിച്ച ഷിയാക്കൾ അബൂബക്കർ റളിയല്ലാഹു കാഫിറാണ് എന്ന് പറഞ്ഞ് ഈ അലി ശരീഅത്തിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ ഷിയായെ താങ്ങി നടക്കുന്ന നിങ്ങളുടെ ഷിയായിസത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. അതല്ല ഈ ജാറും വിറ്റ് കാശുണ്ടാക്കി ആ ജാറത്തിൽ നിന്ന് ചോർന്ന് ജീവിക്കുന്ന നിങ്ങളുടെ മതത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. ഇല്ല. അതാണ് മഹാനായ സൂയിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫഖ്ദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അൻതല്ലാഹ് ബിസലഫിക സാലിഹ്, നിന്റെ സാലിഹായ സലഫു സാലിഹിനെ പിൻപറ്റൂ നിങ്ങൾ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് നബിദിനാഘോഷത്തിന് സലഫു സ്വാലിഹിന്റെ പിന്തുണ ഇല്ല. ഈ സംവാദത്തിലൂടെ വ്യക്തമായി അത് തെളിഞ്ഞു കഴിച്ചുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു വാശിയുടെയും വക്കാണത്തിന്റെ വിഷയമല്ല. ഞാനൊരു ആയത്ത് നിങ്ങളെ കേൾപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ ചില ആളുകൾ അവരുടെ മുഖങ്ങൾ മറിക്കപ്പെടുന്ന ദിവസമുണ്ട്. അവർ പറയും, യാ ലൈതനാ അതഅന അല്ലാഹു വ അതഅന റസൂല, അല്ലാഹുവിനെയും
അവന്റെ പ്രവാചകനെയും ഞങ്ങൾ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞങ്ങൾ അനുസരിച്ചു പോയത് ആരെയാണ്? അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞല്ലോ. നരകത്തിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. ഈ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ തനിച്ച ബിദ്അത്തിന്റെ ആളുകൾ, സുഹൃത്തുക്കളെ, ഈ ബിദ്അത്ത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് വെറുതെ എല്ലാം ഡേറ്റ് മാറ്റി അവസാനം സഹീഹായ ഹദീസ് പോലും എഴുതാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ട പ്രകാരം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേദിയിൽ നിന്നോ സദസ്സിൽ നിന്നോ യാതൊരു രൂപത്തിലുള്ള ഇടപെടലും ഉണ്ടാകുവാൻ പാടില്ല. ഈ വളരെ വ്യക്തമായ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു സംവാദം എന്നുള്ള നിലക്ക് ഇതുവരെ വളരെ ഭംഗിയായി മാന്യമായി രണ്ട് മധ്യസ്ഥന്മാരും ഒരേ മനസ്സോടുകൂടി ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള അനീതിയും കാണിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. ആ വ്യവസ്ഥയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ആളുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സമാധാനാന്തരീക്ഷത്തോടുകൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. സുന്നി പക്ഷത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ആ സംഭവം സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ട്. അത് വേണമെങ്കിൽ കാണിക്കണമെന്ന് അവർ പറയുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം. വേണ്ടല്ലേ? അടുത്ത വ്യവസ്ഥയിൽ എഴുതാമെന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു. വേണ്ടല്ലോ. അതല്ല, സ്വഹീഹ് ബുഖാരിയിലുള്ളത് അദ്ദേഹം നിഷേധിച്ചപ്പോ ഇവര് പറയുന്നു അങ്ങനെയല്ല ഉണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം പരിപാടികൾ ആരും അലങ്കോലപ്പെടുത്തരുത്. പരിപാടി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി വേണമെങ്കിൽ ജമിയത്തുൽ മുഅല്ലിമീന്റെയും ദേവാസംഘത്തിന്റെയും പ്രവർത്തകർ ഇരുന്ന് അടുത്ത വ്യവസ്ഥ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം തീരുമാനിക്കാം, അല്ലേ? ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഇതുവരെ സഹകരിച്ചതുപോലെ ചെറിയ ചെറിയ ആവേശക്കാരും കാണിച്ചെങ്കിൽ അപ്പുറം ഇനി ആരും പ്രകോപിതരാവരുത്. പരസ്പരം നല്ല സൗഹൃദത്തോടു കൂടി പിരിയണം. മനുഷ്യത്വപരമായ നിലപാടുകൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെ പരിപാടി ദയവ് ചെയ്ത് ഇനി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും അല്ല വേണ്ട 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 ബുഖാരിയിലുണ്ടോ എന്ന് കാണിക്കാൻ വ്യവസ്ഥക്ക് തയ്യാറാണെങ്കിൽ അത് വേണ്ട. ഇനി ഇൻഷാ അല്ലാഹ് ഇനി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ദയവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകണം. ദയവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകണം. ദയവ് ചെയ്ത് എല്ലാവരും നല്ല നിലയിൽ പിരിഞ്ഞു പോകണമെന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട പ്രവർത്തകർ അവസാനിച്ചിരിക്കുന്നു. ഇരുവിഭാഗം ആളുകളും പിരിഞ്ഞു പോവുക. ദയവ് ചെയ്ത് പ്രവർത്തകർ السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4:15 അവസാനിക്കുന്ന 4 മണിക്കൂർ സമയം നീണ്ടുനിന്ന ഒരു സംവാദമാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത്. നബിദിനാഘോഷം ഇസ്ലാമികമോ അനിസ്ലാമികമോ എന്ന വിഷയത്തിലൂന്നി രണ്ട് ഭാഗത്തു നിന്നുമുണ്ടായ വിഷയാവതരണങ്ങളും ചോദ്യോത്തര സെഷനുകളും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ അള്ളാഹും അവൻ്റെ പ്രവാചകരും അത് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നത് അടിസ്ഥാന തത്വമാണല്ലോ. എന്നാൽ അതിൽ നിന്ന് മാറി പ്രവാചകരുടെ വിയോഗശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്
ഷിയാക്കൾ ആവിഷ്കരിച്ചെടുത്ത, പിന്നീട് ഷിയാക്കളിൽ നിന്ന് മുല്ല ഉമർ എന്ന സൂഫി ഏറ്റെടുത്ത, മുല്ല ഉമറിൽ നിന്ന് പിന്നീട് മുദഫർ രാജാവ് സ്വീകരിച്ച് പ്രചാരം നൽകിയ ഒരാഘോഷമാണ് നബിദിനാഘോഷം എന്നത് ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്കുണ്ടായ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല എന്നതും ഈ CD കണ്ട ഏതൊരാൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. 9 തവണകളിലായി 8 ചോദ്യങ്ങൾ നാം ഉന്നയിച്ചു. ആ 8 ചോദ്യങ്ങളിൽ ഒന്നിന് പോലും കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ KM മൗലവിയും EK മൗലവിയും അടക്കമുള്ള മുൻകാല മുജാഹിദ് നേതാക്കന്മാരെയും അന്ന് അവർ പ്രസിദ്ധീകരിച്ച അൽ ഇർഷാദ്, അൽ മുർഷിദ് പോലുള്ള പ്രസിദ്ധീകരണങ്ങളെയും പരാമർശിച്ചുകൊണ്ട് സമയം കളഞ്ഞുവെന്നല്ലാതെ കൃത്യമായ പ്രമാണം ഉന്നയിക്കുവാനോ പ്രവാചകരോ സ്വഹാബിമാരോ ഇത് ആഘോഷിച്ചുവെന്ന് തെളിയിക്കുവാനോ, എന്തിനേറെ ആദ്യ 3 നൂറ്റാണ്ടുകൾ ജീവിച്ച ഉത്തമരായ തലമുറകൾക്ക് എങ്കിലും പരിചയമുണ്ട് എന്ന് സ്ഥാപിക്കുവാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അവരത് ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളത് ഈ CD കണ്ട ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ അവസരങ്ങളിൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പോലും കഴിയാതെ, വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മാന്യമായ ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത വളരെ ദയനീയമായ രംഗവും നാം കണ്ടു. 9 ചാൻസ് ഉണ്ടായിട്ട് 6 ചോദ്യങ്ങളാണ് ആകെ അവർ ഉന്നയിച്ചത്. എന്നിട്ടാണ് അവസാന ഘട്ടത്തിൽ തങ്ങളുടെ പരാജയം മറച്ചു വെക്കാൻ എന്ന വണ്ണം ചെറിയൊരു കുതന്ത്രം പ്രയോഗിക്കാൻ അവർ ശ്രമിച്ചതും നാം CD-യുടെ അവസാന ഭാഗത്ത് കണ്ടു. അഥവാ നബിദിനാഘോഷത്തിൽ തെളിവില്ല എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും എന്ന് ഉറപ്പായപ്പോൾ അവസാന ഘട്ടത്തിൽ ഇനി സംസാരിക്കാൻ സമയമില്ല എന്ന് വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ബുഖാരിയിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് ഉയർത്തിക്കാണിച്ച് ഒരു രംഗം സൃഷ്ടിച്ചെടുക്കുകയും ചിലർക്കെങ്കിലും അതുവഴി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ എന്താണ് സ്വഹീഹ് ബുഖാരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് വിശദീകരിക്കാൻ നമുക്കവിടെ പിന്നീട് അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ നിലക്കൊരു സംസാരം ആവശ്യമായി വന്നത്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൻ നിക്കാഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസും അതിനുശേഷം വന്ന ഒരു അനുബന്ധ വിവരണവുമാണ് യഥാർത്ഥത്തിൽ പരാമർശ വിധേയമായിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, താങ്കൾക്ക് എൻ്റെ സഹോദരിയെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ? പ്രവാചകൻ പറഞ്ഞു, എനിക്കവർ അനുവദനീയമല്ലല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഉമ്മു സലമയുടെ മകളെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുവെന്ന് കേട്ടല്ലോ. നബി തങ്ങൾ ചോദിച്ചു, അബൂ സലമയുടെ മകളോ? അവൾ എങ്ങനെ എനിക്ക് അനുവദനീയമാകും? കാരണം എനിക്കും അബൂ സലമക്കും സുവൈബ മുല തന്നിട്ടുണ്ട്, അഥവാ മുലകുടി ബന്ധത്തിലൂടെയുള്ള എൻ്റെ സഹോദരൻ്റെ പുത്രിയാണവൾ. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ അനുവദനീയമല്ല എന്നർത്ഥം. ഇതാണ് സ്വഹീഹ് ബുഖാരി എന്ന ഹദീസ്. അതിനുശേഷം ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരിൽപ്പെട്ട ഉർവ എന്ന് പറയുന്ന റാവി ഒരു അനുബന്ധ വാചകം തൻ്റെ ഒരു വിശദീകരണമായി ചേർക്കുന്നത് കൂടി ഇമാം ബുഖാരി അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അഥവാ സുവൈബ അബൂലഹബിൻ്റെ അടിമയായിരുന്നുവെന്നും അബൂലഹബ് അവരെ മോചിപ്പിച്ചതാണ് എന്നും അവർ പ്രവാചകർക്ക് മുലയൂട്ടിയിട്ടുണ്ട് എന്നുമാണ് ഉർവ പിന്നീട് പറയുന്നത്. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കഥയാണ് അബൂലഹബിൻ്റെ മരണശേഷം അബൂലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടു. വളരെ മോശമായ അവസ്ഥയിലാണ് അബൂലഹബിനെ കണ്ടത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താണ് നിൻ്റെ അവസ്ഥ? അബൂലഹബ് പറഞ്ഞു, നിങ്ങളെ വിട്ടുപിരിഞ്ഞ് പോന്നതിന് ശേഷം യാതൊരു ആശ്വാസവും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സുവൈബയെ മോചിപ്പിച്ചതിനാൽ എൻ്റെ ഈ വിരലിലൂടെ എനിക്ക് വെള്ളം നൽകപ്പെടുന്നു എന്നത് മാത്രം എന്ന് പറഞ്ഞ് 2 കൈവിരലുകൾ കാണിച്ചു എന്നാണ് ആ കഥയിൽ ഉള്ളത്. ഇതാണ് നബിദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് തെളിവ് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞ് അവസാന ഘട്ടത്തിൽ അവർ ശബ്ദകോലാഹലമുണ്ടാക്കാൻ ശ്രമിച്ചത്. ബുഖാരിയിൽ കഥയുണ്ട് എന്നത് ശരിയാണ്.
പക്ഷെ ഇത് ഹദീസാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഹദീസ് ഇതിൻ്റെ ആദ്യ ഭാഗമാണ്. പ്രവാചകൻ തങ്ങളും ഭാര്യയും തമ്മിലുള്ള സംസാരം, അതാണതിലെ ഹദീസ് എന്ന് പറയാവുന്ന ഭാഗം. ശേഷമുള്ളത് ഒരു അനുബന്ധ വാചകമാണ്. തഅലീഖായി ഇമാം ബുഖാരി കൊടുത്ത ഒരു അനുബന്ധ വാചകം. ഇനി അതിൽ തന്നെ എന്താണുള്ളത്? അബൂലഹബിനെ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു എന്നാണ് അതിലുള്ളത്. അല്ലാതെ പ്രവാചകർ പറഞ്ഞുവെന്നോ സ്വഹാബിമാർ പറഞ്ഞുവെന്നോ ആ കഥയിൽ ഇല്ല. അബൂലഹബിനെ സ്വപ്നം കാണുന്നു,